പബ്ലിക് എക്സാം തൊട്ടടുത്തെത്തിയപ്പോൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഈ ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടന്റ് ആണോ, ഇതിന് എത്ര വെയിറ്റേജ് ഉണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളോട് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ പ്രധാനമായും പഠിക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്രയാണ് വെയിറ്റേജ്? +2 കോമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. എടാ നോക്ക്, ആദ്യം നമുക്ക് അക്കൗണ്ടൻസി തുടങ്ങാം കേട്ടോ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കോ. നിങ്ങൾക്ക് ആദ്യത്തെ ബേസിക് കോൺസെപ്റ്റ് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റിൽ 8 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അഡ്മിഷൻ ആണെങ്കിലോ 13 മാർക്ക്, റിട്ടയർമെന്റോടത്ത് 8 മാർക്ക്, ഡിസല്യൂഷൻ 11 മാർക്ക്. ഓക്കെ, സോ 8, 13, 8, 11 അഡ്മിഷനും ഡിസല്യൂഷനുമാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇത് അതേപോലെ കറക്റ്റ് വരണമെന്നല്ല, 2, 4, 3 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. പക്ഷേ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അഡ്മിഷനും ഡിസല്യൂഷനുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. അത് AFSകാർക്കാണെങ്കിലും പാർട്ട്ണർഷിപ്പിൽ ഇതേ വെയിറ്റേജ് ആണ്. ഓക്കെ, അഡ്മിഷനും ഡിസല്യൂഷനും എന്തായാലും കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഏതാ ഇമ്പോർട്ടന്റ് നോക്കൂ. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ജിനുക്കാത്ത ആ പാക്കേജ് എന്നുള്ള ആ ചാപ്റ്ററിന് 5 മാർക്ക്, അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിനും 5 മാർക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്പ്രെഡ്ഷീറ്റും പഠിക്കണം, ജിനുക്കാത്ത അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ജിനുക്കാത്തയും പഠിക്കണം കേട്ടോ. 5 മാർക്കിന്റെ വെയിറ്റേജ് എന്തായാലും ഉണ്ട്. ബാക്കിയെല്ലാം 3, 2, 3, 2 എന്നുള്ള രീതിയിലാണ് വെയിറ്റേജ് വന്നേക്കുന്നത്. ഇനി AFSകാർക്കോ, AFSകാർ ശ്രദ്ധിച്ചോ. AFSകാർ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്മിഷന് 13 മാർക്ക്, ഡിസല്യൂഷന് 11 മാർക്ക്, ബാക്കി 2 8ആണ് നിങ്ങൾക്ക് AFSകാർക്കും പാർട്ട്ണർഷിപ്പിന്റെ ഭാഗത്തുനിന്ന്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത് 12 മാർക്കിനും വെയിറ്റേജ് വരുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ. അത് കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് റേഷ്യോസ് 8 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിംഗ് റേഷ്യോസും അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റലും എന്തായാലും നിങ്ങൾ 100% പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക്, 2 കൂടി കൂട്ടി ഏകദേശം 40ൽ പകുതിയും തീർന്നു. ആ 2 ചാപ്റ്റർ കൊണ്ട് നിങ്ങളുടെ 40ലെ പകുതി മാർക്കിന്റെ വെയിറ്റേജ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനിക്കൊക്കെ 3 മാർക്കേ ഉള്ളൂ. ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് ഒരു 6 മാർക്ക് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് ഒരു 5 മാർക്ക് ഉണ്ട്. ആ രീതിയിലാണ് പിന്നെയുള്ള നിങ്ങളുടെ വെയിറ്റേജ്. ഓക്കെ, അപ്പൊ AFSും കഴിഞ്ഞു. ഇനി ബിസിനസ് സ്റ്റഡീസിന്റെ ഭാഗത്തേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഡയറക്റ്റിംഗ് 11 മാർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 10 മാർക്ക്, ബാക്കിയെല്ലാം അതിൽ കുറവാണ്, 7, 6, 4 മാർക്കൊക്കെയാണ്. അപ്പൊ ഏതൊക്കെയാ? മാർക്കറ്റിംഗ് മാനേജ്മെന്റും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഡയറക്റ്റിംഗും എന്ന ചാപ്റ്റർ നിങ്ങൾ 3ഉം പഠിച്ചാൽ തന്നെ 30 മാർക്കിന് മുകളിൽ ക്വസ്റ്റ്യൻ വരുന്നുള്ളതാണ്. സോ എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം പഠിക്കണം. പക്ഷേ വെയിറ്റേജ് അറിഞ്ഞിരിക്കേണ്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അയ്യോ ഇത് ഹൈ വെയിറ്റേജ് ഉള്ളതാണ്, അപ്പൊ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ ഫുൾ സിലബസ് കവർ ചെയ്ത് തന്നെ പഠിക്കാൻ ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സബ്ജക്ട് എക്കണോമിക്സ്. എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ 12 മാർക്കിന്റെ വെയിറ്റേജ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് 12 മാർക്കിന്റെ വെയിറ്റേജ്. അപ്പൊ ആ 2 ചാപ്റ്റർ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയത്. പിന്നെ തിയറി ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 10 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 3 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 30 മാർക്കിന് മുകളിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ 3 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ചാപ്റ്ററിന്റെ ഒക്കെ വെയിറ്റേജ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പൊ വീഡിയോ പോസ് ചെയ്ത് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ശരി. അടുത്ത എക്കണോമിക്സ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഏതാ? ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇതാ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് 24 മാർക്കിന്റെ വെയിറ്റേജും, ഇനി 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും 30 മാർക്കിന്റെ വെയിറ്റേജ്. അപ്പൊ ഏറ്റവും കൂടുതൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇംഗ്ലീഷ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും 12 മാർക്ക്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും 92 മാർക്ക്. സാറേ അപ്പൊ 104 മാർക്കിനാണോ പരീക്ഷ? അങ്ങനെയല്ലടാ, ഓപ്ഷണൽ ഓർ ക്വസ്റ്റ്യൻ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള മാർക്കുകളാണ് ഇവരോട് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയായിരിക്കും. ഇനി എന്താണുള്ളത്? ഇനി സാറേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത ആൾക്കാർക്കോ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും സ്കോറിന്റെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് അഥവാ 12.82%, അതായത് 10 മാർക്കോളം വെയിറ്റേജ് വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ആദ്യത്തെ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം, വെബ് ടെക്നോളജി എന്ന ചാപ്റ്റർ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ചാപ്റ്റർ. ഇത്രയും 3 ചാപ്റ്ററും കൂടിയിട്ട് നിങ്ങൾക്ക് 30 മേലെ മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലാക്കുക. ബാക്കി ചാപ്റ്ററുകളിലൊക്കെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലാതെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവില്ലേ, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് ഒക്കെ, അവരുടെയൊക്കെ വെയിറ്റേജ് നമ്മുടെ ചാനലിൽ, അതായത് അങ്ങനെയുള്ളൊരു കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലും കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്തുക, അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയാട്ടോ. സോ എന്ത് ചെയ്യുക? ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ഇരുന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇപ്പൊ ഇത്, അതുപോലെ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ റെഡിയാണ്. എല്ലാ ദിവസവും രാത്രി വന്നാൽ ലൈവുകൾ തരാൻ റെഡിയാണ്. ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കാം. നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതിയടാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.